പട്ടാമ്പി സബ് ലോട്ടറി ഓഫീസിൽ അംശദായം അടയ്ക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തണമെന്ന് ലോട്ടറി ഏജന്റ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ CITU പട്ടാമ്പി ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. പുതിയ ഭാരവാഹികളെയും സമ്മേളനത്തിൽ തിരഞ്ഞെടുത്തു. പട്ടാമ്പി രാജൻ സ്മാരകത്തിൽ വെച്ചാണ് ലോട്ടറി ഏജന്റ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷന്റെ ഏരിയ സമ്മേളനം നടന്നത്. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി N. ഉണ്ണികൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജീവിച്ചു പോകാൻ കഴിയാത്ത ഒരു തൊഴിൽ മേഖലയാണ് ഇന്ന് ലോട്ടറി മേഖല. മാത്രമല്ല, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനം അതിന്റെ കമ്മീഷൻ വാങ്ങി ജീവിക്കുന്നു എന്നത് മാത്രമല്ല, രാജ്യസേവനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ വരുമാനവുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഒരു നിർണായകമായ പങ്കുവഹിക്കുന്ന ഒരു മേഖലയാണ് ലോട്ടറി മേഖല. ഇപ്പോൾ റവന്യൂ മേഖല എടുത്ത് പരിശോധിച്ചാൽ, അബ്കാരി മേഖല എടുത്ത് പരിശോധിച്ചാൽ, സ്റ്റേറ്റ് ടാക്സിന്റെ മേഖല പരിശോധിച്ചാൽ അതൊക്കെ ഗവൺമെന്റിലേക്ക് വരുമാനം ഉണ്ടാക്കുന്നതാണ്. ആ വരുമാനമാണ് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി ഉപയോഗപ്പെടുന്നത്. അക്കൂട്ടത്തിൽ ഒരു പ്രബലമായ വിവാദമായ ലോട്ടറി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. യൂണിയൻ ഏരിയ പ്രസിഡന്റ് C. മുകേഷ് അധ്യക്ഷനായി. സെക്രട്ടറി M. രവീന്ദ്രൻ, K. ഗോകുലപാലൻ, R. പുരുഷോത്തമൻ, PT മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. C. മുകേഷിനെ പ്രസിഡന്റായും M. രവീന്ദ്രനെ സെക്രട്ടറിയായും സമ്മേളനം തിരഞ്ഞെടുത്തു. CCN ന്യൂസ്, പട്ടാമ്പി. പെരിന്തൽമണ്ണ ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ ശുചിമുറി പരിസരത്തെ കാടും പൊന്തയും വെട്ടിമാറ്റി വൃത്തിയാക്കണമെന്ന് മുസ്ലിം യൂത്ത് ലീഗ് ഇത് സംബന്ധിച്ച് നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകി. നഗരസഭാ പരിധിയിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ജീവന് വരെ ഭീഷണിയുള്ളതും അടിയന്തരമായി ഈ പ്രശ്നങ്ങൾ ഇടപെട്ട് പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ടാണ് മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകിയത്. ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ EMS വിദ്യാഭ്യാസ കോംപ്ലക്സിന്റെ ശൌചാലയ പരിസരത്ത് ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രമായി മാറിയിട്ടുണ്ട്. പെരിന്തൽമണ്ണ ടൗൺ മാർക്കറ്റ്, പോലീസ് ക്വാർട്ടേഴ്സ്, 3 ഗവൺമെന്റ് സ്കൂൾ എന്നിവ പ്രവർത്തിക്കുന്ന ഭാഗത്താണ് ഇത്തരത്തിലുള്ള തെരുവ് നായ്ക്കളും ഇഴജന്തുക്കളുമുള്ളത്. സ്കൂൾ പരിസരം കാടും പൊന്തയും കെട്ടി പ്ലാസ്റ്റിക് വസ്തുക്കൾ അടക്കമുള്ള മാലിന്യങ്ങൾ കൂമ്പാരമായി കിടക്കുന്നു. സ്കൂൾ കെട്ടിടങ്ങൾ പല ഭാഗങ്ങളിലായി ജനാലകൾ അടക്കം ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നു. ജനാലകൾ വഴി പാമ്പുകൾ അടക്കമുള്ള ഇഴജന്തുക്കൾ ക്ലാസ് മുറിയിൽ കയറാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ ഇവിടെ നഗരസഭാ അധികൃതർ വേണ്ട നടപടിയെടുത്തില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഈ പെരിന്തൽമണ്ണ ടൗണിൽ പ്രവർത്തിക്കുന്ന ഈ സ്കൂളുകളിലെ ഈ EMS വിദ്യാഭ്യാസ കോംപ്ലക്സിലെ ഇത്തരം മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് ഗ്ലാസുകളും മറ്റു അവശിഷ്ടങ്ങളും എടുക്കാതെ നഗരസഭ തീരെ ശ്രദ്ധിക്കാത്ത രീതിയിലാണ് ഇന്ന് അവിടെ നിലനിൽക്കുന്നത്. അടിയന്തരമായിങ്ങാണ്ട് ഇതിനെല്ലാം ഒരു പരിഹാരം കാണണമെന്ന് മാത്രമാണ് ഞങ്ങൾ ഇതിൻ്റെ ഈ സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് എന്ന് പറയുന്നത് മുനിസിപ്പൽ ചെയർമാനാണ്. നിരന്തരം അവിടെ ബന്ധപ്പെടേണ്ട PTA കമ്മിറ്റി അടക്കം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ ജീവനം പദ്ധതിയുടെ പേരിൽ ഇങ്ങനെ മുന്നോട്ട് പോകാമെന്നല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരിഹാരവും ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അത് മുനിസിപ്പൽ സെക്രട്ടറിക്ക് അടിയന്തരമായി പരിഹാരം കാണണമെന്നാണ് മുനിസിപ്പൽ യൂത്ത് ലീഗിൻ്റെ ഭാരവാഹികൾ അറിയിച്ചിട്ടുള്ളത്, നിവേദനം കൊടുത്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഉടനെ പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ വരും കാലങ്ങളിൽ നിരന്തര സമരമുറകളുമായി മുന്നോട്ട് പോകുമെന്നാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. കാട് പിടിച്ചു കിടന്ന സ്കൂൾ പരിസരം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരിക്കുകയും ചെയ്തു. യൂത്ത് ലീഗ് ഭാരവാഹികളായ പ്രസിഡന്റ് ഷെരീഫ് VT, ജനറൽ സെക്രട്ടറി ഹബീബ് മണ്ണേങ്ങൽ, മുജീബ് PK, ഉനേസ് കക്കൂത്ത്, നവാസ് തോട്ടം, നൌഫൽ നസീർ, മുനിസിപ്പൽ ലീഗ് സെക്രട്ടറി പച്ചീരി ഫാറൂഖ്, കൌൺസിലർമാരായ കീഴ്ശ്ശേരി വാപ്പു, അൻവർ കളത്തിൽ, തെക്കത്ത് ഉസ്മാൻ, സലീം താമരത്ത്, ഷെബീർ പോത്തുകാട്ടിൽ, സിയാദ് കക്കൂത്ത്, സക്കീർ SP എന്നിവർ നേതൃത്വം നൽകി. CCN ന്യൂസ്, പെരിന്തൽമണ്ണ. പട്ടാമ്പി നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിൽ കർണാടക സംഗീതജ്ഞൻ സിക്കിൾ C. ഗുരുചരണത്തിന്റെ നേതൃത്വത്തിൽ നടന്ന സംഗീത പരിപാടി ശ്രദ്ധേയമായി. ഡെമോൺസ്ട്രേഷൻ ക്ലാസും നടന്നു.
പ്രശസ്ത കർണാടക സംഗീതജ്ഞൻ സിക്കിൾ സി ഗുരുചരണിന്റെ കർണാടക സംഗീത ഡെമോൺസ്ട്രേഷൻ ക്ലാസും സംഗീതാവതരണവും നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിൽ നവ്യാനുഭവമായി. സ്പിക് മാക്കയുടെയും ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി നടത്തിയത്. കർണാടക സംഗീതത്തിന്റെ രാഗവഴികളിലൂടെയും താളനിബദ്ധതയിലൂടെയും അദ്ദേഹം കുട്ടികളെ കൊണ്ടുപോയി. ആബേരി രാഗം പ്രധാനമായി ആലപിച്ച സിക്കിൾ ഗുരുചരണിന്റെ സംഗീതം ആസ്വാദകർക്ക് മധുരാനുഭവമായി മാറി. SV സഞ്ജീവ് വയലിനിലും ജെ ബാലാജി മൃദംഗത്തിലും പക്കമേളമൊരുക്കി. സ്പിക് മാക്കയുടെ സംഘാടകരായ പ്രഖീൽ, പരമേശ്വരൻ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. കുട്ടികളും അധ്യാപകരും സംഗീത പ്രേമികളും അടങ്ങുന്ന സദസ്സിന് മുന്നിലായിരുന്നു പരിപാടി അവതരിപ്പിച്ചത്. CCN ന്യൂസ്, പട്ടാമ്പി. ചെത്തല്ലൂർ, ആലിപ്പറമ്പ്, തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പെരുമ്പാലപ്പാറ കണ്ണത്തുംപടി റോഡ് മഴയിൽ ചളിക്കുളമായത് യാത്രക്കാരെ വലയ്ക്കുന്നു. റോഡിന്റെ 400 മീറ്റർ ദൂരം കാൽനടയാത്രക്കാർക്ക് പോലും നടക്കാനാവാത്ത അവസ്ഥയാണ്. ഗ്രാമസഭകളിലും മറ്റും റോഡ് നന്നാക്കണമെന്ന് പലതവണ നാട്ടുകാർ ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെയും പരിഹാരമായിട്ടില്ല. ഓട്ടോയും ഇരുചക്ര വാഹനങ്ങളും ഇതുവഴി വരാത്തതിനാൽ കച്ചവട സ്ഥാപനങ്ങളിലേക്ക് സാധനങ്ങൾ പോലും കൊണ്ടുവരാനാവാത്ത അവസ്ഥയിലാണ്. പഞ്ചായത്ത് അധികൃതരോട് പരാതി പറഞ്ഞു മടുത്ത നാട്ടുകാർ കഴിഞ്ഞ ദിവസം പ്രതിഷേധ സൂചകമായി പെരുമ്പാലപ്പാറ മുതൽ കണ്ണത്തുപടി വരെയുള്ള 50 മീറ്റർ റോഡ് കോറി വേസ്റ്റിട്ട് താൽക്കാലിക ഗതാഗതത്തിന് തയ്യാറാക്കി. കണ്ണത്തുംപടി മുതൽ ചോരാണ്ടി വരെയുള്ള ഭാഗം ടാറിങ്ങും ബാക്കി ഭാഗം കോൺക്രീറ്റുമാണുള്ളത്. റോഡ് നന്നാക്കാൻ ഉടൻ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. CCN ന്യൂസ്, ചെത്തല്ലൂർ. CCN വാർത്തകൾ ഞങ്ങളുടെ വെബ്സൈറ്റിലും കാണാം. സന്ദർശിക്കൂ www.ccntv.in. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാർഷിക സംസ്കാരം തിരിച്ചുപിടിച്ചാൽ പരിസ്ഥിതിയും ജലവും സംരക്ഷിക്കാനാവുമെന്ന് കൃഷിമന്ത്രി VS സുനിൽകുമാർ. പെരിന്തൽമണ്ണയിൽ പച്ചക്കറി കൃഷി വികസന പദ്ധതിയുടെ ജില്ലാ അവാർഡ് വിതരണം മന്ത്രി നിർവഹിച്ചു. ഒറ്റപ്പാലം താലൂക്ക് പരിധിയിലെ 3348 കാർഡുകൾ പൊതുവിഭാഗത്തിലേക്ക് മാറ്റി. മുൻഗണനാ വിഭാഗത്തിൽ കടന്നുകൂടിയത് അനർഹരെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. യുവജന പ്രതിരോധ പ്രചരണത്തിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച മലപ്പുറം കിഴക്കൻ മേഖലാ ജാഥയ്ക്ക് പെരിന്തൽമണ്ണയിൽ സ്വീകരണം. ശ്രീകൃഷ്ണമൂർത്തി സമാപന യോഗം ആലത്തൂർ MLA KD പ്രസേനൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Center for Heart Sciences, KIMS Al-Shifa Super Speciality Hospital, Perindalmanna.